എറണാകുളം തൃക്കാക്കരയിൽ പിരിച്ചുവിട്ടവർക്ക് ആനുകൂല്യങ്ങൾ നൽകാതെ ടാൽഡ്രോപ്പ് കമ്പനി 300ഓളം ജീവനക്കാരെയാണ് കമ്പനി വഴിയാധാരമാക്കിയത്. പരസ്യ പ്രതിഷേധവുമായി ജീവനക്കാർ രംഗത്തെത്തിയതോടെ 3 മാസത്തിനകം മുഴുവൻ നഷ്ടപരിഹാരവും നൽകുമെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. എറണാകുളം തൃക്കാക്കര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടാൽഡ്രോപ്പ് കമ്പനിയാണ് ജീവനക്കാരെ പിരിച്ചുവിട്ടത്. 300ഓളം വരുന്ന ജീവനക്കാർക്ക് ശമ്പള കുടിശ്ശികയും നഷ്ടപരിഹാരവും അടക്കം നൽകാമെന്നും കമ്പനി വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും ഒരു നയാ പൈസ പോലും ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പരാതി. 11 മാസത്തോളം സാലറി തന്നിട്ടില്ല. ഞങ്ങളോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. പലവരെയും ടെർമിനേറ്റ് ചെയ്തു. 300ഓളം പേര് സാലറി കിട്ടാണ്ട്. ഞങ്ങളിൽ ഇപ്പോൾ കൂട്ടത്തിൽ വന്നേക്കാൻ എത്ര പേരാണ്? ആകെ കുറച്ച് പേരാണ്. പലവർക്കും വരാൻ പോലുമുള്ള ബസ് പൈസ ഇല്ല. 6 മുതൽ 11 മാസം വരെ ശമ്പളം മുടങ്ങിയ ജീവനക്കാരുണ്ട്. കമ്പനി അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ കൃത്യമായ മറുപടി ലഭിക്കുന്നില്ലെന്നാണ് ജീവനക്കാരുടെ പരാതി. ഇതിനിടെ കമ്പനി അടച്ചുപൂട്ടിയത് ജീവനക്കാരുടെ ആശങ്ക ഇരട്ടിയാക്കി. കമ്പനിയിലുള്ള വിശ്വാസം നഷ്ടമായെന്നും പലകുറി നൽകിയ ഉറപ്പുകൾ അധികൃതർ പാലിച്ചില്ലെന്നും ജീവനക്കാർ പറയുന്നു. അതേസമയം വരുന്ന ഒക്ടോബറോടെ ജീവനക്കാരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് കമ്പനി സിഇഒ ജോൺ ജോസഫ് പറഞ്ഞു. ഞാൻ ജീവനക്കാരോട് കൊടുത്ത കമ്മിറ്റ്മെന്റ് ഡേറ്റുകൾ തെറ്റിയിട്ടുണ്ട്. അത് 2-3 തവണ തെറ്റുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു അജിറ്റേഷനാണ് ഇന്നത്തെ ഈ പ്രതിഷേധം. സ്വാഭാവികമായി വെൽക്കം ചെയ്യുന്നു. ജൂലൈ 15 തന്നെ മീഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരുമായിട്ടും 1-to-1 ഇരുന്നുകൊണ്ട് നമ്മുടെ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് ഇരുന്ന് അവിടെ സെറ്റിൽമെന്റ്സ് എത്രയാണോ കോമ്പൻസേഷൻ ഉൾപ്പെടെ നമ്മൾ ക്ലിയർ ചെയ്യും. പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകാനാണ് ജീവനക്കാരുടെ തീരുമാനം. റിപ്പോർട്ടർ, കൊച്ചി.